ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രചരണപരമായും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെടുത്തിയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സഖാവ് എം സ്വരാജിനെ നമ്മൾ നിശ്ചയിച്ചപ്പോൾ തന്നെ നല്ല സ്വീകാര്യത ലഭിക്കേണ്ടത്. നിയോജകമണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ ഒന്നടങ്കം LDF തീരുമാനത്തോട് നല്ല നിലയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ നിലമ്പൂരിൽ സ്വരാജ് വന്നപ്പോൾ തന്നെ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ ബഹുജന പ്രകടനങ്ങൾ നടന്നു. നിലമ്പൂർ നഗരത്തിൽ സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ വലിയ ഒരു സ്വീകരണമാണ് കൊടുത്തത്. സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തുടക്കം കുറിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ തന്നെ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ നമ്മൾ നടത്തുകയുണ്ടായി. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായാണ് ഇത്തരം വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയും ജനകീയ സ്വീകാര്യതയോടുകൂടിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം നടന്നിട്ടുണ്ടാകും. ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളും ആദ്യാവസാനം പരിപാടിയുടെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ കേട്ട് വലിയ ആവേശ അന്തരീക്ഷത്തിൽ സ്വരാജിന്റെ വിജയം സുനിശ്ചിതമാക്കും എന്ന പ്രത്യാശയോട് നീതി പുലർത്തിക്കൊണ്ടാണ് പങ്കാളിത്തം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും UDFനെ ഇത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അവര് നേരത്തെ ചോദിച്ചിരുന്നത് എവിടെ CPM സ്ഥാനാർത്ഥി എന്നായിരുന്നു, ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നായിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നപ്പോ അവർ വല്ലാണ്ട് വിഷമിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അൻവറിനെ അവര് അടർത്തിയെടുത്തിരുന്നു. മുൻ MLA രാജിവെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സ്വാഭാവികമായും അവരെല്ലാം ഒരുമിച്ച് അതൊരു ഗൂഢാലോചനയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. UDF ആണ് വലിയ വാഗ്ദാനങ്ങൾ നൽകി ഇതിനു മുമ്പുള്ള MLA കൊണ്ടുപോയതെന്ന് എല്ലാവർക്കും അറിയാം. നിലമ്പൂരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് UDF സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് സംസ്ഥാനത്തിലെ എല്ലാ UDF നേതാക്കളുടെയും സാന്നിധ്യത്തിൽ അൻവറിനെ സ്വീകരിച്ചതുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വന്നപ്പോൾ UDF അദ്ദേഹത്തെ തെരുവിലാക്കുന്ന സ്ഥിതിയുണ്ടായി. സ്വാഭാവികമായും അതിന്റെ പ്രതിഫലനങ്ങളും പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. UDFന്റെ അവസരവാദ സ്വഭാവത്തിന്റെ ആളെപ്പറ്റിക്കുന്ന സ്വഭാവത്തിന്റെയും ഒരു ഉദാഹരണമായിട്ട് അത് മാറുകയും ചെയ്തു. അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ UDF കുറച്ച് പിറകോട്ട് പോകുന്ന സാഹചര്യമാണ് അതുവഴിയുണ്ടായത്. അപ്പൊ UDF പ്രതീക്ഷിച്ച രൂപത്തിലല്ല തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം പിന്നിട്ടപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കും. ഇടതുപക്ഷത്തിന് നല്ല ആത്മവിശ്വാസം, നല്ല മുന്നേറ്റം. ഇടതുപക്ഷത്തിന് പൊതുവെ വിജയ സാധ്യത.
UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായി കാര്യങ്ങൾ നീങ്ങുക. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെടുത്തി UDF-നകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് അസംതൃപ്തരുടെ ഒരു കേന്ദ്രമാണ് UDF. അത് നിലമ്പൂരിലായാലും കേരളത്തിലായാലും അത് തന്നെയാണ് സ്ഥിതി. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രതിഫലനം ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാം ആ നിലയിൽ UDF-ന് എതിരായ ഘടകങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ LDF തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയ വീക്ഷണത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ സമീപിച്ച് ജനങ്ങളെ കാണുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നാനാ തരത്തിലുമുള്ള വിപുലമായ വളർച്ചയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ, ആ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ച് നമുക്ക് ഇനിയും ഇന്നത്തെ ഒരു പൊതു സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് LDF ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. സാമൂഹ്യ ശാസ്ത്രത്തെയും സാമ്പത്തിക ശാസ്ത്രത്തെയും അറിയുന്ന ഏതൊരാൾക്കും അറിയാം, ഇന്ന് രൂപപ്പെട്ടു വന്നിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാമൂഹിക ഘടകങ്ങൾ, അതിൽ തന്നെ ട്രംപിന്റെ അമേരിക്കയിലെ വരവ്, ഇതൊക്കെ വിവിധ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ സൃഷ്ടിച്ചിരിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. ലോകത്തിന്റെ വലിയ പ്രതിസന്ധിക്ക് ആ നിലയിൽ പോവുക. അത് വികസ്വര രാജ്യങ്ങളെ, വികസിത രാജ്യങ്ങളെ എല്ലാം തന്നെ ദുർബലപ്പെടുത്തും. ലോകത്തിന്റെ പൊതു GDP വളർച്ചയത് തകർക്കും. എല്ലാ രാജ്യങ്ങളുടെയും വളർച്ച നേരത്തെ പ്രവചിച്ചതിനേക്കാളും നേർ പകുതി ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോ നമ്മുടെ IMF പോലെയുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ വലിയ പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഒക്കെ ഒരു കാലം വരുന്നു. കച്ചവട സംബന്ധിയായ ചുങ്കപ്രശ്നങ്ങൾ ജീവിത പ്രശ്നമായിട്ട് സാധാരണക്കാരനെ പോലും ബാധിക്കുന്ന ഒരു കാലം വരികയാണ്. അപ്പോ നാട്ടിലെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യപ്പറ്റുള്ള ഈ സാമൂഹ്യ ദുരവസ്ഥയെ തിരിച്ച് അറിഞ്ഞ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള നയസമീപനമാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അത് ഓരോ മേഖലയിലും ഇന്ന് ജനസ്വീകാര്യത വർദ്ധിച്ചിരിക്കുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ ജില്ലയിലും യോഗം വിളിച്ചേർത്ത് തൊഴിൽ കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഇതിനു മുമ്പ് ഗവൺമെന്റ് ഉണ്ടായിട്ടില്ലേ? ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് നമ്മളെ വിജ്ഞാന കേരളം പദ്ധതി പരിപാടി ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മൾ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കില്ലേ സംസ്ഥാന ഗവൺമെന്റ്? 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ, സാധ്യതകൾ വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കല്ലേ? നാനാ മേഖലയിലുമുള്ള ഒരു വളർച്ചയാണ്. ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല നിങ്ങളോട്. അപ്പോ അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ജനങ്ങൾക്കും അറിയാം ഒരു സമാധാനമുള്ള അന്തരീക്ഷം കേരളത്തിലാണ്. ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ലാത്ത ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷിതമായി ഇവിടെ ജീവിക്കാനാവും. അവരുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും മനുഷ്യ വിഭവശേഷിയുടെ നവീകരണം ഏറ്റവും കൂടുതൽ നടന്ന സംസ്ഥാനമാണ്. ആ സാധ്യതകളെ വിനിയോഗിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കുകയാണ്. കേന്ദ്ര അവഗണന ഉണ്ടെങ്കിലും അതിനെ മുറിച്ചു കിടക്കാവുന്ന തരത്തിലേക്ക് കേരളം മുന്നേറുകയാണ്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളുടെ വലിയ പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടും. അതുമായി ബന്ധപ്പെടുത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ പറയും, സാമൂഹ്യ വിഷയങ്ങളും പറയും. സ്വാഭാവികമാണ്. അങ്ങനെ രാഷ്ട്രീയമായി ജനങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മുടെ സമൂഹത്തിന്റെ പൊതുവസ്ഥയെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ശക്തിപ്പെടേണ്ടത് ഇടതുപക്ഷമാണ്. ആ നിലയിൽ നിങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നേറാം എന്ന് ശരിയായ ഒരു രാഷ്ട്രീയം ജനങ്ങളോട് പറയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിന് ലഭ്യമാകുന്ന പൊതു സ്വീകാര്യത ഈ ദിശയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകാൻ കുറെ കൂടി സഹായകരമായ ഒരു അന്തരീക്ഷവും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ മണ്ഡലത്തിൽ രൂപപ്പെട്ടിരുന്നു. ഇതിൽ ഭയന്നാണ്
ഇപ്പോ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകളെല്ലാം നേരിട്ട് വന്ന് പിന്നെ സാധാരണഗതിയിൽ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ അളവിലുള്ള ഒരു ഗൗരവബുദ്ധി കുറഞ്ഞ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. അതാണ് അവരുടെ ചിന്ത. എന്തൊരു ആപത്കരമായ സമീപനമാണ് UDF ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഒരു കാര്യം അവർ മനസ്സിലാക്കണം, ഇവരിപ്പോൾ ഇവിടെ പ്രചരണത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറാക്കിയ കാര്യങ്ങളെല്ലാം മുനപോയ ആയുധങ്ങളാണ്. മുഖ്യമന്ത്രിക്കെതിരെ, ഇടതുപക്ഷത്തിനെതിരെ കുറെ ദിവസങ്ങളായിട്ട് ഉന്നയിച്ച് ആരും അംഗീകരിക്കാതെ പോയ, കേരളത്തിലെ ജനത ഒട്ടും അംഗീകരിക്കാത്ത കാര്യങ്ങളുടെ ആവർത്തനം. അതുകൊണ്ടാണ് ഞാനത് മുനപോയ ആയുധം ഉപയോഗിച്ച് യുദ്ധരംഗത്തേക്ക് വന്നിരിക്കുന്ന ഒരാളാണ് ഇപ്പോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലവാരത്തിന് നിരക്കാത്ത ആക്ഷേപങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെയും CPM-ന് നേരെയും പ്രയോഗിക്കുക. ആ ആക്ഷേപങ്ങൾ പ്രയോഗിക്കുമ്പോഴാകട്ടെ വർഗീയ ചേരുവകളെ പതിവ് പോലെ അതിലേക്ക് കലർത്താനാകുമോ എന്ന് നോക്കുക. ഇതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി നമ്മളെല്ലാം പല സന്ദർഭങ്ങളിൽ പല രാഷ്ട്രീയ കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കും. അത് അതാത് സന്ദർഭത്തിലെ നിലപാടുകൾ അപ്പോൾ പറയുന്നില്ലേ. ചില വിഷയങ്ങളെ അടർത്തിയെടുത്ത് ഒരു വർഗീയ ചേരുവ ചേർത്തങ്ങ് അവതരിപ്പിക്കുക. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സതീശനെ മനസ്സിലായിട്ടുന്നില്ല. സതീശന് ഈ മലപ്പുറം ജില്ലേനെ മനസ്സിലായിട്ടില്ല. അതാണ് പ്രശ്നം. മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് ഒരു സംവാദം സതീശൻ ഉയർത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ സതീശൻ ബാക്ക്ഫുട്ടിലാണ്. ഈ ജില്ലയ്ക്ക് തന്നെ എതിരായിരുന്നു. ഇവിടെ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലല്ലേ മലപ്പുറം ജില്ല വിരുദ്ധ സമരം നടന്നത്. എന്നിട്ടിപ്പോ മലപ്പുറം ജില്ലേന്റെ ഒരു അവകാശം കിട്ടണം എന്നുള്ള നിലയ്ക്ക് പ്രസ്താവന ഇറക്കുന്നത് എത്ര മ്ലേച്ഛമായ ഒരു സമീപനമാണ്. ഇടതുപക്ഷം നിലപാടുകൾ സ്വീകരിച്ചത് ജില്ല നോക്കിയും മതം നോക്കിയും ജാതി നോക്കിയല്ല, സമൂഹ താൽപര്യങ്ങളെ നോക്കിയാണ്. അതുകൊണ്ടല്ലേ മഹാഭൂരിപക്ഷം മതന്യൂനപക്ഷമുള്ള മലപ്പുറം ഒരു ജില്ലയാക്കരുത് എന്ന് അന്നത്തെ ജനസംഘം, ആര്യാടനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാര്, MP ഗംഗാധരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാര്, ഇവരെല്ലാം അന്ന് അവരുടെ ആരോഗ്യമുള്ള കാലമാണ്. ഇപ്പൊ അവര് നമ്മുടെ കൂടെ ഇല്ല. ആ കാലത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചല്ലേ. ജില്ലയ്ക്ക് എതിരായിട്ടല്ലേ നിലപാട് സ്വീകരിച്ചത്. ജില്ലയ്ക്ക് എതിരായ നിലപാട് സ്വീകരിച്ചത് ഈ ജില്ലയിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷമായതുകൊണ്ടാണ്. എന്നാൽ അന്നത്തെ EMS ഗവൺമെന്റ്, വിശേഷിച്ച് മുഖ്യമന്ത്രി EMS ഏറ്റവും ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. കാരണം ഈ നാട്ടിന്റെ വികസന സംബന്ധിയായ കാര്യങ്ങളിൽ അതിന്റെ വേഗത വർദ്ധിപ്പിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വികസനം കുറഞ്ഞ 2-3 താലൂക്കുകളാണ് നമ്മുടെ വെളുവനാട്, ഏറനാട് താലൂക്കുകൾ. അതിൽ നിന്നാണ് പിന്നീട് പൊന്നാനി താലൂക്ക് ഉണ്ടായിരുന്നു, തിരൂർ താലൂക്കും വന്നത്. ഈ അവികസിത പ്രദേശങ്ങളുടെ ഒരു പൊതുവികസനത്തിനും സഹായകരം എന്നുള്ള നിലയിൽ കാലം പിന്നീട് തെളിയിച്ച കാര്യമാണ് ആ ജില്ലാ രൂപീകരണം. ആ നിലയിലാണ് നമ്മൾ ജില്ലാ രൂപീകരണത്തെ കണ്ടത്. അതുകൊണ്ട് ശക്തമായ എതിർപ്പുണ്ടായിട്ടും ശരിയായ തീരുമാനമെടുക്കാൻ EMSന്റെ ഗവൺമെന്റിന് സാധിച്ചു. അത് ശരിയായിരുന്നു എന്ന് വന്നു. മലപ്പുറം ജില്ലാ വിരോധികൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും വന്നത്. ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായി എന്നുള്ളതൊന്നും പ്രശ്നമേ ആയില്ല. നമ്മുടെ നാട്ടില് താരതമ്യേന നല്ല വികസന പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടു വന്നു. ഒരുപാട് മുന്നേറ്റം ഈ പ്രദേശങ്ങൾക്കുണ്ടായി. അപ്പോ വലതുപക്ഷം ജില്ലയുടെ എതിരാളികൾ പറഞ്ഞ എല്ലാം ശരി എന്നുള്ളത് കാലം തെളിയിച്ചു. വലിയ ഐക്യം എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം. അപ്പോ തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിച്ചവർക്കാണ് തെറ്റുപറ്റിയത് എന്ന സ്ഥിതിയും വന്നു. പിന്നീട് ഇപ്പൊ എന്താ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ അജണ്ട UDF-നില്ല. രാഷ്ട്രീയ അജണ്ട UDF-നുണ്ട്. അത് അവസരവാദപരമായ കാര്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട്, വാസ്തവരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട്, അതിനു ചുറ്റും വിവാദങ്ങളെ സൃഷ്ടിച്ചെടുത്ത് അതിനു ചുറ്റും മറുപടി മറ്റുള്ളവർ പറയണം എന്ന് പറഞ്ഞ് ചില ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളുടെ കൂടി പിന്തുണ എടുത്ത് രാഷ്ട്രീയതരമാക്കുക തെരഞ്ഞെടുപ്പിനെ എന്നുള്ളതാണ് സതീശന്റെ നിലപാട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ മുനപോയ രാഷ്ട്രീയ നിലപാടുകളെ സതീശനും കൂട്ടുകാർക്കും ഈ കേരളത്തിൽ ഇപ്പോഴുള്ളൂ. അപ്പോൾ ആ നിലയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പ്രസംഗങ്ങൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തും. അതൊക്കെ അവരുടെ അവകാശമാണ്. ജനാധിപത്യമാണ്, ബഹുസ്വര സമൂഹമാണ്, ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ആ ഭിന്നാഭിപ്രായങ്ങളിൽ തന്നെ ശരിയഭിപ്രായം ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. വിമർശനങ്ങളോട് ഭയപ്പെടില്ല, വിമർശനങ്ങളിൽ തന്നെ ശരിയുണ്ടോ നോക്കും. അങ്ങനെയല്ലേ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് വായൽ വരുന്നൊക്കെ അങ്ങ് അടിച്ചു വിടുകയാണ്. അത് നല്ലതാണോ? ഈ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ ഇടതുപക്ഷമുണ്ടാക്കിയ മുന്നേറ്റത്തെ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഏതെങ്കിലും നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ ഇന്ത്യയുടെയും ചരിത്രത്തിൽ ദേശീയപാത വികസനത്തിലെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം നടക്കുന്നത് ഈ കേരളത്തിലാണ്. ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പദവിക്കൊരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ? അദ്ദേഹത്തിന് വിവരമില്ല എന്നൊന്നും പറയാൻ പാടില്ല. അദ്ദേഹത്തിന് നല്ല വിവരമുണ്ട്. പക്ഷെ അതിലേശം വളഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിലെ തകരാറ്. എന്താ ചെയ്യുന്നത്? 650 കിലോമീറ്റർ നീളത്തിൽ ഒരു ദേശീയപാത വരും. 650 കിലോമീറ്റർ നീളത്തിൽ വളരെ വേഗത്തിൽ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുക. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിങ്ങനെ കണ്ട് വളരെ നല്ല നിലയ്ക്ക് അഭിമാനപൂർവ്വമാണ് അതിനെ കാണുന്നത്. കാരണം ഇന്ത്യയിൽ വേറെ ഒരിടത്തും 6 വരിയിൽ ഇത്ര 600 കിലോമീറ്ററിലധികം ദേശീയപാത, അതിൽ ഇടതടവുകളില്ല, നേരെ പോവാം. അതിന് 2 സർവീസ് റോഡ്, ഫലത്തിൽ 8 വരി. ഈ നിലയിൽ പൂർത്തീകരിച്ച ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. നമ്മളൊക്കെ വിഷമിച്ചിരുന്നത് എന്താ? 3 ദശാബ്ദമായിട്ട് പെട്രോളിൽ ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നികുതിയുണ്ട്. അങ്ങനെ കേരളത്തിനൊക്കെ സമാഹരിച്ചു കൊണ്ടുപോയത് 10,000 കോടി രൂപയാണ്. അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു നിക്ഷേപമൊന്നും കിട്ടിയില്ല. ദേശീയപാതയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും പിന്നിൽ. പാർലമെന്റിലെ ചോദ്യങ്ങളുണ്ടല്ലോ, ഉത്തരങ്ങളുണ്ടല്ലോ. പുതിയ ദേശീയപാത 4 വരി 6 വരി ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് കേരളമായിരുന്നു. ഏറ്റവും കുറവ്. പിന്നെ വല്ല ഈ ചെറിയ വടക്കുകിഴക്കൻ സംസ്ഥാനം ഉണ്ടാവാം. അതിന് മാറ്റി നമ്മൾ പ്രധാന സംസ്ഥാനങ്ങളിൽ അത് തടസ്സപ്പെടുത്തിയത് ആരാന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും വിഷമുണ്ടാവും. ഏതാണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണമല്ലേ നടക്കുന്നത്. ഇതിവിടെ പറ്റില്ല എന്ന് പറയുന്നിടത്ത് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടല്ലേ സംസാരിക്കുന്നത്? അങ്ങനെയല്ലേ സംസാരിച്ചത്? കേരളത്തിന്റെ വികസനത്തിന്റെ വഴി മുടക്കുക എന്നത് ആ വികസനം നടത്താൻ ചുമതലയുള്ളവർ നേരിട്ട് ചെയ്തത് നമ്മൾ കണ്ടു. പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇടതുപക്ഷം, വിശേഷിച്ച് അന്ന് CPM സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി എന്താ പറഞ്ഞത്? നമുക്ക് നല്ല റോഡ് വേണമെന്നാണ്. ഞങ്ങളെല്ലാവരും ആലോചിച്ച് പാർട്ടി നിർണയത്തിന് തീരുമാനിച്ചു. ദേശീയപാത വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു സംവിധാനവും ഉണ്ടാവരുത്. രാഷ്ട്രീയം നോക്കിയല്ലോ. UDF അധികാരത്തിലിരുന്നപ്പോഴും അതേ നിലപാടല്ലേ സ്വീകരിച്ചത്. ഇപ്പൊ നമ്മളൊരു ഇച്ഛാശക്തി പ്രകടിപ്പിച്ചപ്പോ ഇത്ര വേഗത്തിൽ കേരളത്തിലെ എന്താ ഇവിടെ പറഞ്ഞിരുന്നത്, എന്താ പ്രചരിപ്പിച്ചിരുന്നത്? ഇടതുപക്ഷം വന്നാൽ വികസനം ഉണ്ടാവില്ല. ഇപ്പൊ ആ റോഡ് ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ്. പട്ടിക വരുന്നു. ചില ഭാഗങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു, ചില ഭാഗങ്ങൾ 80%, ചിലത് 90%. നല്ല നിലയിൽ. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഈ റോഡ് വരുന്ന സമയത്ത് കുറെ ആശങ്കകൾ ആളുകളുടെ ഭാഗത്ത് ഉണ്ടായി. ഏറ്റവും വേഗതയിൽ പ്രവർത്തനം പൂർത്തീകരിച്ചത് മലപ്പുറം ജില്ലയ്ക്കകത്താണ്. മികവാർന്ന പ്രവർത്തനങ്ങളിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നല്ല മാറ്റം കേരളത്തിൽ ഉണ്ടാക്കും. ഏത് സമൂഹത്തിലും മൂലധന നിക്ഷേപത്തിന് അടിസ്ഥാന സൗകര്യം വേണം. റോട്ടിൽ കിടക്കാൻ പറ്റുമോ?
2-3 മണിക്കൂർ നമുക്ക് പിന്നെ ട്രാഫിക് ജാമിൽ കിടക്കാൻ പറ്റുമോ? ഇതങ്ങനെയല്ലല്ലോ. ദേശീയപാതയിൽ എത്തിയാൽ നമുക്ക് നേരെ അങ്ങ് പോവാം. കേരളത്തിന്റെ വേഗത എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പോവാം? വളരെ വേഗത്തിലാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇത് പൂർത്തീകരിക്കാൻ പോവാണ്. അതിന് ആ നിലയിൽ കാണണ്ടേ? ഒരു സ്ഥലത്ത് ഒരു മണ്ണിടിച്ചിട്ടുണ്ടായപ്പോ എന്തൊരു സന്തോഷം, എന്തൊരു ആഹ്ലാദം, ഭയങ്കരന്മാരാട്ടോ. ഒരു പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു ദൗർബല്യം ഉണ്ടാവുന്നെങ്കിൽ കറക്റ്റാ. പണി നടക്കുമ്പോ തകരാറുണ്ടാവാം, തകരാറുണ്ടായാൽ പരിഹരിക്കണം. അങ്ങനെയല്ലേ എന്നോട് സമീപിക്കാം. രക്ഷപ്പെട്ടു, കിട്ടിപ്പോയി എന്ന നിലപാട് എടുക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കൂടെ സ്വീകരിക്കുന്ന ചില മനോരോഗികളുണ്ട്. അത് ചില മാധ്യമങ്ങൾക്കിടയിൽ അവർ പിന്നെ അങ്ങനെ പ്രവർത്തിക്കും. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അവരങ്ങനെ പ്രവർത്തിക്കും. കേരളത്തിലെ ഈ ദേശീയപാത പ്രവർത്തനം നടക്കുമ്പോൾ ഇത്രയും വേഗത്തിൽ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇത്ര നല്ലൊരു ഇൻവോൾവ്മെന്റ്, ഇടപെടൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് മുൻകൈ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് പണം തരാതെ മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞപ്പോ അതിനുള്ള സന്നദ്ധത വേറെ ഏതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനത്തുണ്ടായോ? നല്ല നിലയിൽ ഇടപെടുമ്പോ വേഗത്തിലാക്കാനും പരിശ്രമം നടത്തും, സഹായിക്കും. അതിൽ ഫെസിലിറ്റേറ്ററാണ് സംസ്ഥാന ഗവൺമെന്റ്. ആ പ്രവർത്തനം ഭംഗിയായി നടത്തി, അതിന്റെ പൂർത്തീകരണം നടക്കുകയാണ്. എന്തോ അത് വന്നാൽ അത് വരാൻ പാടില്ല എന്ന നിലപാടാണ്. അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. അതിന്റെ ആ നിലയിൽ കേരള സംസ്ഥാനത്തിന്റെ വികസനത്തിനും മുന്നേറ്റത്തിനും ഇപ്പോഴുണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ ഗുണപരമായ പരിവർത്തനത്തിനും എതിരാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരള ജനതയ്ക്കെതിരാണ് എന്നുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്കും ഭാവിക്കുമെതിരാണ്. നാളെ മികച്ച കേരളം ഈ ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്നവർ കേരളത്തിനോടാണ്, കേരളത്തിന്റെ ജനങ്ങളോടാണ്, അടുത്ത തലമുറയോടാണ് മോശമായി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടോളണം. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേരള വിരുദ്ധമാണ്, കേരളത്തിലെ ജനങ്ങൾക്കെതിരാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ആ നിലയിൽ നമ്മൾ കണ്ടതാണ്. ആ സ്ഥാനത്തിന്റെ മഹത്വം ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചിലപ്പോ കോൺഗ്രസില് പേരിന് സതീശൻ പ്രതിപക്ഷ നേതാവും ഒന്നിലേറെ പ്രതിപക്ഷ നേതാക്കന്മാരായ ഒരു അരഡസന ആളുകളും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച എന്തെങ്കിലും പരിമിതിയാണോ എന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോ ഗവൺമെന്റിനെ വിമർശിക്കാൻ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതുകൊണ്ട് അത് നാട്ടുകാർ അംഗീകരിക്കാൻ പോകുന്നു. പിന്നെ പറഞ്ഞ എല്ലാ കാര്യവും ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നിനും ഞാൻ മറുപടി പറയുന്നില്ല. മറുപടി പറയാൻ അറിയാത്തോണ്ടല്ല, അത് പിന്നെ പ്രതിപക്ഷ നേതാവ് നടത്തിയ എല്ലാ പരാമർശങ്ങളും സദുദ്ദേശപരമല്ല എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഗവൺമെന്റ് സാധാരണ മനുഷ്യനോടാണ് ഈ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത. എല്ലാ കാലത്തും അതിനെ കാണിച്ചിട്ടുള്ളത്, എല്ലാ ഇടതുപക്ഷ ഗവൺമെന്റും അതിനെ കാണിച്ചിട്ടുള്ളത്. ഭൂബന്ധങ്ങളെ സമഗ്രമായി മാറ്റിയില്ലേ? ഇടതുപക്ഷല്ലേ? സതീശന്റെ മുൻമുറക്കാർ ഏറ്റവും ശക്തമായിട്ട് തകർക്കാൻ ശ്രമിച്ചാണ്. ചരിത്രം അവിടെ കിടക്കണില്ലേ? മിച്ചഭൂമി തിരിമറികൾക്ക് കൂട്ടുന്നല്ലേ? അവിടെ കിടക്കുന്നില്ലേ? അപ്പൊ നല്ല കാര്യങ്ങൾ എല്ലാ കാലത്തും തീർത്തു പോകുന്നതാണ്. പക്ഷെ ഇടതുപക്ഷമല്ല, എല്ലാ ഗവൺമെന്റ് വരുമ്പോഴും ഭൂപരിഷ്കരണം, മിച്ചഭൂമി വിതരണം, കൃഷിക്കാർക്ക് അവര് കൃഷി ചെയ്യുന്ന ഭൂമി ഇതിങ്ങനെ കൊടുത്തു പോകുന്നു. വളർച്ചയുണ്ടായി. അതിന്റെ തുടർച്ചയിലാണ് പുതിയ ഗവൺമെന്റ്. നമ്മളാണ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മളാണ് എല്ലാവർക്കും വീട് കൊടുക്കാമെന്ന് പറയുന്നത്. നല്ല കാര്യമില്ലേ? എല്ലാവർക്കും വീട് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കിട്ടിയില്ല എന്നാണ് ഇവര് പറയാം. 4.5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടിയില്ല എന്നാണ് പ്രചരിപ്പിക്കുക. അതാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ ചെയ്യുന്നത്. ആ പ്രവർത്തനം അത് നടത്തുകയാണ്. നല്ല കാര്യങ്ങളെ നല്ല കാര്യമായി പറയാൻ കഴിയാതിരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. അത് നമ്മൾ കണ്ടുപോകണം. അപ്പൊ ഗവൺമെന്റ് നടത്തുന്നത് സാധാരണക്കാരെ സഹായിക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കുറെ സഹായങ്ങളുണ്ട്. കുറെ പ്രൊജക്ടുകൾ പകുതി കേന്ദ്രം പണം തരേണ്ടതാണ്. അപ്പൊ കേരളം പൈസ കൊടുത്തു, കേന്ദ്രം തരാനുള്ള പകുതി തരുന്നില്ല. കുടുങ്ങിയില്ലേ? എത്ര പദ്ധതികളാ, എത്ര ആയിരം കോടിയാ? നമ്മൾ അഡ്വാൻസ് ചെയ്ത പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ തരുന്നില്ലല്ലോ.
നേരത്തിന് കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. നേരത്തിന് കൊടുക്കാതിരുന്നാൽ കൊടുത്ത പൈസ ഇല്ലാണ്ടാവോ? ഇവിടെ അധ്യാപകരുടെ UGC ശമ്പളത്തിന്റെ നമ്മുടെ ഭാഗം നമ്മൾ കൊടുത്തു. കേന്ദ്രം തരേണ്ടത് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? നിങ്ങൾ നേരത്തിനല്ല അത് കൊടുത്തത്, അതുകൊണ്ട് തരില്ലെന്നാ. അതുകൊണ്ട് നേരം തെറ്റിയാൽ പിന്നെ കൊടുക്കൂലേ? ആ സമീപനം സ്വീകരിച്ച കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് വല്ല തർക്കവും അഭിപ്രായ വ്യത്യാസവും സതീശനുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നിലപാടുകളെ പൂർണ്ണമായി സംരക്ഷിക്കല്ലേ. ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രയാസം അനുഭവിക്കുമ്പോഴും സംസ്ഥാന ഗവൺമെന്റ് സാധാരണക്കാരുടെ പ്രതിബദ്ധത ഇവിടെ പാലിക്കുകയാണ്. അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷനൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ക്ഷേമ പെൻഷന്, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വലിയ പ്രതിസന്ധി രൂപപ്പെട്ട സന്ദർഭത്തിൽ നമുക്കൊരു 2-3 മാസത്തെ ബാക്കി വന്നു. 2-3 മാസത്തെ ബാക്കി വന്നാൽ ഏറ്റവും പെട്ടെന്ന് ഒരുമിച്ച് കൊടുക്കും. അതിലെ സാധാരണ പതിവ്. ഉമ്മൻചാണ്ടി 18 മാസത്തെ പെൻഷൻ കൊടുക്കാതിരുന്നത് കൈക്കൂലി കൊടുക്കുന്നമാര് കൊടുക്കാനാ ആയിരുന്നോ? സതീശൻ ആദ്യം പറയണ്ടായിന 18 മാസം ഉമ്മൻചാണ്ടി ഇത് കൊടുക്കാതിരുന്നത് കൈക്കൂലി കൊടുക്കുന്നത് പോലെ ആളെ പറ്റിക്കാനായിരുന്നു എന്ന് ആണോ സതീശൻ പറയുന്നത്? ഇവിടെ നമ്മളത് കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കും. 1 മാസോ 2 മാസോ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 3 മാസത്തെ ഒരുമിച്ച് കൊടുക്കും. എല്ലാ കാലത്തും അങ്ങനെയല്ലേ? ഇത്ര കൃത്യമായി ഇത്രയധികം പണം സാമൂഹ്യക്ഷേമ പെൻഷൻ കേരളത്തിൽ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കേന്ദ്രം തരാത്തതും അവരുടെ വിഹിതം കിട്ടിയില്ലെങ്കിലോ കൊടുത്തു പോവാണ്. അത് പ്രതിബദ്ധത ഭാഗമാണ്. അപ്പൊ അത് സഹിക്കുന്നില്ല. അവർ കൂടി ആലോചിച്ച് പറയണപ്പോ. കോൺഗ്രസ് ഇതൊന്നും വെറുതെ പറയല്ല. കോൺഗ്രസിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പും കോൺഗ്രസിന്റെ ഈ നേതൃത്വവും സംയോജിതമായിട്ട് ആലോചിച്ചിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായും നിരുത്തരവാദപരമാണ്. നമ്മുടെ സമൂഹ താൽപര്യത്തിന് ഉതകുന്നതല്ല. കേരളം ആർജിച്ച നേട്ടങ്ങളെ തകർക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ സ്വരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വർഗീയതയെക്കുറിച്ച് അധികം കോൺഗ്രസിൽ സംസാരിക്കരുത്. അത് കോൺഗ്രസിൽ വല്ലാണ്ട് സംസാരിക്കില്ല. അവസരവാദപരമായിട്ട് ഇക്കാര്യത്തിൽ എപ്പോഴും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അങ്ങനെയാണ്, പിന്നെ എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. അത് കോൺഗ്രസ് അങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെന്താ, CPM-ഉം BJP ഒക്കെ തമ്മിലൊരു സൗഹൃദത്തിലാണ്. ആരാ പറയണേ? ഈ സതീശൻ ഏതാ? വേറെ രാജ്യത്താണോ താമസം? വേറെ രാജ്യത്താ താമസം? 4 CPM ജില്ലാ സെക്രട്ടറിമാരെ കള്ളക്കേസിൽ കുരുക്കിയിരിക്കുക നമ്മുടെ BJP. 4 CPM ജില്ലാ സെക്രട്ടറിമാരെ. രാധാകൃഷ്ണനെ, അതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അത് പിന്നെ കള്ളക്കേസ് തന്നെ പറയാൻ പറ്റുമോ? രാധാകൃഷ്ണനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് കേരള സംസ്ഥാനത്തില് രാധാകൃഷ്ണൻ അങ്ങനെ ചെയ്തു. രാധാകൃഷ്ണൻ മാത്രമല്ല, ഞങ്ങളുടെ ഒരു നേതാവിനെ ഇല്ല. രാധാകൃഷ്ണന്റെ പേരില്, വർഗീസേട്ടന്റെ പേരിൽ, MM വർഗീസിന്റെ പേരില്, നമ്മുടെ പിന്നെ AC മൊയ്തീന്റെ പേരില് കേസ്, കള്ളക്കേസ് ഇപ്പെടുത്തിട്ടല്ലേ ഉള്ളൂ. പിന്നെയോ തികയാത്തതിനിരിക്കട്ടെ, CPM-ന്റെ പേരിലൊന്ന് പാർട്ടി അറിഞ്ഞാലേക്ക് ആ ജില്ലാ സെക്രട്ടറി ഉണ്ടാവുമല്ലോ. തൃശ്ശൂരാകുമ്പോൾ ആ ജില്ലാ സെക്രട്ടറി. 4 CPM ജില്ലാ സെക്രട്ടറിമാർക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തിട്ട് 48 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഈ സതീശൻ ഇങ്ങനൊരു പ്രസ്താവന നടക്കുമ്പോൾ സതീശനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത്തരം തെറ്റായ പ്രചരണങ്ങള് ഈ കാലത്ത് അങ്ങനെ ചെലവാകുന്നില്ല. നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്താതിരിക്കുന്നത് ഇരിക്കുന്ന കസേരയുടെ അന്തസ്സിന് ചേർന്ന പ്രവർത്തനമായിരിക്കും. ജനങ്ങൾ ഇത് നിരാകരിക്കും, തള്ളിക്കളയും. വലിയ തോൽവി ഈ നിയോജകമണ്ഡലത്തിൽ UDF-ന് ഉണ്ടാവുകയും ചെയ്യും. ജനങ്ങളെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് നടത്തുന്നത്. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം 40,000 പെൻഷൻ മേടിക്കുന്നത് അവരൊക്കെ ഓഴപ്പണം കഴിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ജനങ്ങളെ ഇത് മോശമാക്കുന്ന സർക്കാരിനെ അപകീർത്തിക്കുന്നു. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഇത് ആരോടുള്ള യുദ്ധമാണ്? അല്ല, ഈ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾക്ക് പൊതുവെ കോൺഗ്രസ് എതിരാണ്. പൊതുവെ അങ്ങനെയാണ്. അവരെല്ലാ കാലത്തും അതിനെ അപഹസിക്കുകയും അത് വാങ്ങുന്നവരെ അവഹേളിക്കുകയും ചെയ്തിരുന്നു. എല്ലാ കാലത്തും എന്തെല്ലാം തരം പ്രസ്താവനകളാണ് ആ ദരിദ്ര ജനവിഭാഗങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ളത്. ഞാൻ ആ പേരുകൾ, അങ്ങനെ പ്രസ്താവന നടത്തിയ
പല ആളുകളും ഇപ്പോൾ നമ്മളെ കൂടില്ല, അവര് പിന്നെ ജീവിതം അവസാനിച്ചു. അപ്പൊ നമ്മൾ ആ പഴയ കാലത്തേക്ക് പറയാൻ തുടങ്ങിയാൽ ഓരോരുത്തരും നടത്തിയ പ്രസ്താവന നമ്മൾ പറയേണ്ടി വരും. അപ്പൊ എല്ലാ കാലത്തും ദുർബല ജനവിഭാഗങ്ങളെ അവഹേളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാര്. ആ പരമ്പരയ്ക്ക് വംശഹത്യ സംഭവിച്ചില്ല എന്ന് തെളിയിക്കുന്ന പ്രസംഗങ്ങളാണ് ഇപ്പൊ ഇവിടെ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗത്തിലും നടത്തിയത്. പിന്നീട് അത് ആവർത്തിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ളത്. നേതാവ് താങ്കളുടെ കാര്യത്തിൽ പ്രത്യേകമായി ചോദിച്ചത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവരുടെ വോട്ടുകൾ വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രതിപക്ഷ നേതാവ്. അത് മനസ്സിലായിട്ടില്ലേ? പ്രതിപക്ഷ നേതാവ് ഒരു അതിബുദ്ധിമാനാണ് എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ, അവര് നിരന്തരമായി പല അവസരവാദ സമീപനങ്ങളും സ്വീകരിച്ചു പോരാറുണ്ട്. അവർ സ്വീകരിക്കുന്ന അവസരവാദ സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതാത് അവസരത്തിൽ അതിനെ ചൂണ്ടിക്കാട്ടാറുണ്ട്. അത് പൊതുപ്രവർത്തനത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. രാഷ്ട്രീയമായ കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞു പോകാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം പറയലാണ് എന്റെ ജോലി. അത് അദ്ദേഹത്തിന് അറിയില്ലേ? അതേന്ന് അതൊക്കെ വളരെ നല്ലതല്ലേ. അദ്ദേഹം ഇങ്ങനെ പറയട്ടെ, അതിലെന്താ തെറ്റ്? അദ്ദേഹത്തിന് അല്ല, ഞാന് ഇന്ന് പറയാം നാളെ ഉറച്ചിക്കണം, മറ്റന്നാൾ ഉറച്ചിക്കണം, മറ്റന്നാൾ ഉറച്ചിക്കണം, എന്റെ പിറ്റേന്ന് പിൻവാങ്ങണം. ഈ ജാതി സൂത്രവിദ്യയൊന്നും പിന്നെ സതീശൻ പ്രയോഗിക്കണ്ട. മനസ്സിലായ നിങ്ങള്? സതീശന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് സതീശൻ മനസ്സിലാക്കിയാൽ മതി. മലപ്പുറം ജില്ലക്കെതിരായി ഞാൻ പ്രസ്താവന ഇറക്കി പറഞ്ഞാൽ സതീശന് വല്ല വിവരമുണ്ടോ? ഞാൻ ഈ മലപ്പുറത്തേരനല്ലേ, ഞാൻ മലപ്പുറം ജില്ലക്കെതിരായിട്ട് പ്രസ്താവന ഇറക്കി എനിക്കെതിരായി പ്രസ്താവന ഇറക്കുമ്പോൾ സതീശന് അത് മനസ്സിലായിട്ടില്ല. സതീശൻ എന്തോ സൂത്രത്തിൽ കൂടി കാര്യം നടത്താന്നാ കരുതിയിരിക്കുന്നത്. അതൊന്നും നടക്കൂല. കോൺഗ്രസ് ഇപ്പം മലപ്പുറത്തിന്റെ ഒരു ചാമ്പ്യനാവാൻ ശ്രമിക്കും. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് എതിർത്തിയ ആളുകളാണ് കോൺഗ്രസ്. അപ്പോൾ മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ട് മറുപടി പറയുന്നു, ചോദിക്കുന്നു മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തെ കോൺഗ്രസ് തള്ളി പറയുന്നു. അല്ല, നമ്മളെ ഇതിൽ കാണേണ്ടതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിലെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകളുണ്ട്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ചരിത്രത്തിന്റെ ഭാഗമായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറം അനുഭവിച്ചു തീർത്ത വിഷമതകളുടെ ഒരു പശ്ചാത്തലം. ആ മലപ്പുറം അനുഭവിച്ചു തീർത്ത വിഷമതകളുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിന്റെ പൊതുഭൂമികയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾ നടന്നതാണത്. പാവപ്പെട്ട മനുഷ്യന് നേരെ വെള്ളക്കാരൻ നടത്തിയ കടന്നാക്രമണങ്ങളുടെ ധാരാളം അനുഭവങ്ങളുടെ ഒരു പ്രദേശം അത്. സതീശന് അറിയണ്ടാവില്ല. ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പട്ടാള ക്യാമ്പുകളുള്ളത് ഈ മലപ്പുറത്തായിരുന്നു. വെറുതെ സ്ഥാപിച്ചാണോ? ഇവിടെ എല്ലായിടത്തും പട്ടാള ക്യാമ്പ് ഉണ്ടായിരുന്നില്ലേ? ഈ നിലമ്പൂരില്ലേ, തൊട്ടടുത്ത് അരീക്കോട്ടില്ലേ, മലപ്പുറത്ത് 5 മറ്റുമുണ്ട്. പിന്നെ പോകുന്ന ഓരോ പാതയിലും ഇല്ലേ, പാണ്ടിക്കാട്ടില്ലേ, നമ്മുടെ കോഴിച്ചെന്നലില്ലേ. വേറെ ഏതെങ്കിലും ജില്ലയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും? വേറെ കേരളത്തിൽ ഒരു ജില്ലയിലും ഇല്ല. എന്താ കാരണം? ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതൊക്കെ. അപ്പൊ മലപ്പുറത്തിന്റെ മണ്ണിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. പണ്ട് മലപ്പുറത്ത് ചരലിന്റെ ഇടയിൽ വെള്ളക്കാരന്റെ ബൂട്ടിന്റെ ആണി കൂടി ഉണ്ടായിരുന്നു. സതീശനറിയില്ല. ഇവിടുത്തെ മണ്ണിൽ ചരലിലൂടെ മലപ്പുറത്തൂടെ നടന്നു പോയാൽ കാലുമ്മല് വെള്ളക്കാരൻ ബാക്കി വെച്ച ആണി കുത്തുമായിരുന്നു. ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നടന്നിങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ആണി കുത്തും. ഏതാണിയാ? വെള്ളക്കാരൻ ചവിട്ടി പ്രാക്ടീസ് ചെയ്തിട്ട് അവന്റെ ബൂട്ടിൽ നിന്ന് കുതിരലാട്ടത്തിന്റെ മറ്റേ ലാടുണ്ടാവും ബൂട്ടിൽ അതിനടിച്ച് ആണി കിടക്കുന്നുണ്ടാവും. കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട്, കാൽമ തട്ടും. അതിവിടെ ഉണ്ടായിരുന്നു. അതൊരു ഓർമ്മയാണ്. ആ ഓർമ്മയുടെ നൊമ്പരങ്ങളെ മായ്ച്ചു കളഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാണ്. മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പ്രഖ്യാപിച്ചില്ലേ കമ്മ്യൂണിസ്റ്റുകാർ? വലിയ ആത്മവിശ്വാസം ന്യൂനപക്ഷ സമൂഹത്തിനുണ്ടാക്കി കൊടുത്തില്ലേ ആ സമീപനം? പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായി ഒന്നാം ഗവൺമെന്റ് EMS ഗവൺമെന്റ് സ്വീകരിച്ച എത്ര നടപടികളാണ്. അതല്ലേ
ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തത്. കമ്മ്യൂണിസ്റ്റുകാരല്ലേ അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. അതിന്റെ പേരിൽ ജയിലിൽ പോയത് മലബാർ കലാപം എന്ന് പറയുന്നത് പാരീസ് കമ്മ്യൂണിന് തുല്യമാണ് എന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയി AKG. ജയിലിൽ പോയത് എപ്പോഴാ? ദേശീയ സ്വാതന്ത്ര്യ സമരം കിട്ടിയ ആഗസ്റ്റ് 15-ന് AK ഗോപാലൻ ജയിലിൽ ദേശീയ പതാക ഉയർത്തിയത് മലപ്പുറത്തിന്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായിട്ടാണ്. സതീശനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാല് വിമോചന സമരം എന്ന് കരുതുന്ന ആളാണ്. നമുക്ക് അവസാനിപ്പിക്കാല്ലേ?